വിശദമായ വാർത്തകൾ പരിശോധിക്കാം. അതിർത്തിയിലെ സേനാ പിന്മാറ്റവും സമാധാന ധാരണകളും തുടരുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ജയശങ്കർ നിലപാട് അറിയിച്ചത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ഭാരതവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് വാങ് യിയും കൂട്ടിച്ചേർത്തു. പരസ്പര സഹകരണത്തിലൂടെ ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കുന്നതിന് സന്നദ്ധമെന്ന നിലപാടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അറിയിച്ചത്. അതിർത്തിയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് കാര്യമായ സംഭാവനകൾ ചൈന നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മൗണ്ട് ഗ്യാങ് റെൻപോച്ചെ തീർത്ഥാടനവും സിജാങ് മേഖലയിലെ ലോക്മാപ്പം തീർത്ഥാടനം പുനരാരംഭിച്ചതായും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞു. We maintained peace and tranquility in the border areas and resumed the Indian pilgrimage to the Mount Garampochi and Lake Mapayonzo in the Xizang Autonomous Region. We shared them up confidence to dispel interference, expand cooperation, and to further consolidate the momentum of improvement and development of China-India relations, so that while pursuing our respective rejuvenation, we can contribute to each other's success. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനമാണ് എസ് ജയശങ്കർ പ്രധാനമായും നടത്തിയത്. അതിർത്തിയിലെ സേനാ പിന്മാറ്റം, സമാധാന ചർച്ചകളും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും നയതന്ത്ര സംഘർഷാവസ്ഥ മറികടന്നുവെന്നും എസ് ജയശങ്കർ കൂട്ടിച്ചേർത്തു. The fight against terrorism in all its forms and manifestations is another major priority. I look forward to our exchange of views. Overall, it is our expectation that our discussions would contribute to building a stable, cooperative and forward-looking relationship between India and China. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഡൽഹിയിലെത്തിയത്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് ജനം.